ഹായ് മക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CH പ്രതിഭ ക്വിസിൻ്റെ ജില്ലാതല ചോദ്യങ്ങളാണ്. 2024 ഒക്ടോബർ 6 ഞായറാഴ്ച, അതായത് ഇന്ന് നടന്ന HS വിഭാഗം ചോദ്യങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പത്തിൻ്റെ ബ്രിട്ടനിലേക്കുള്ള ഒഴുക്കാണ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിൻ്റെ മുഖ്യ കാരണങ്ങളിൽ ഒന്ന് എന്ന് തൻ്റെ ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ അഭിപ്രായപ്പെട്ട പ്രശസ്ത സാമ്പത്തിക ശാസ്ത്ര ചിന്തകനും സ്വതന്ത്ര സമര സേനാനിയുമാണ് ദാദാഭായ് നവറോജി. അദ്ദേഹം തൻ്റെ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച കൃതി ഏത്? ദാരിദ്ര്യവും ബ്രിട്ടൻ്റെ അരാജകത്വ ഭരണവും ഇന്ത്യയിൽ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 4 പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന 6 വരി പാതയാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ. സൂപ്പർ ഹൈവേ ഇന്ത്യയിലെ ഏതെല്ലാം 4 മെഗാ നഗരങ്ങളെയാണ് പരസ്പരം ബന്ധിപ്പിക്കുന്നത്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയത് 2002 വാജ്പേയി ഗവൺമെൻറ്റാണ്. എന്നാൽ വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഏത്? 2009 ആഗസ്റ്റ് 4. 2010 ഏപ്രിൽ 1 ഈ നിയമം നിലവിൽ വന്നു. കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിക്കപ്പെടുന്ന സംഭവം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? 1924 വൈക്കം സത്യാഗ്രഹം, 1931 ഗുരുവായൂർ സത്യാഗ്രഹം, 1936 ക്ഷേത്രപ്രവേശന വിളംബരം, 1946 പുന്നപ്ര വയലാർ സമരം. 1936 ക്ഷേത്രപ്രവേശന വിളംബരം. രാജ്യങ്ങൾ തമ്മിൽ പലപ്പോഴും സൈനിക അഭ്യാസ പ്രകടനങ്ങൾ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസ പ്രകടനമാണ് നൊമാഡിക് എലിഫന്റ് മംഗോളിയ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സിനിമാ രംഗത്തെ മികച്ച സംഭാവനയ്ക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. കഴിഞ്ഞ വർഷത്തെ ഈ പുരസ്കാരത്തിന് അർഹയായത് വഹീദ റഹ്മാനാണ്. ഈ വർഷത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തി. സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് അഗസ്തേ കോംതെ ആണ്. എന്നാൽ ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആര്? കാറൽ മാർക്സ്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക് 1982 മുംബൈയിലാണ് സ്ഥാപിച്ചത്. ഏതാണ് ആ ബാങ്ക്? നബാർഡ്. നെയിം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഒളിമ്പിക്സ് ഫുട്ബോളിൻ്റെ സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്ത്യ. 1956 മെൽബൺ ഒളിമ്പിക്സ് ഇന്ത്യ ഓസ്ട്രേലിയയെ 4-1 പരാജയപ്പെടുത്തി. നമ്മുടെ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. എന്നാൽ കോടതിയിൽ എല്ലാ ഔദ്യോഗിക ചടങ്ങുകളിലും ഡോക്ടർ BR അംബേദ്കറുടെ ചിത്രം പ്രദർശിപ്പിക്കണമെന്ന പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടക. രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെൻറ്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ട ഗ്രീക്ക് ചിന്തകൻ ആരായിരുന്നു? ആൻസർ അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കാറ്റിൻ്റെ വേഗവും ദിശയും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. എന്നാൽ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് വിമാനത്തിൻ്റെ ദൂരവും ദിശയും നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? റഡാർ. 13ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? മതസ്വാതന്ത്ര്യം, അയിത്ത നിർമ്മാർജ്ജനം, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, അവസര സമത്വം. അയിത്ത നിർമ്മാർജ്ജനം. ക്വാറന്റൈൻ എന്ന വാക്ക് ഉത്ഭവിച്ചത് ക്വാരന്റീന എന്ന ഇറ്റാലിയൻ വാക്കിൽ നിന്നാണ്. എന്താണ് ഈ വാക്കിന് അർത്ഥം? 40 ദിവസത്തെ ഐസൊലേഷൻ. 1961 ആരുടെ ഒഴിവിലേക്കാണ് CH മുഹമ്മദ് കോയ സാഹിബ് കേരള നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത്? KM സീതി സാഹിബിൻ്റെ ഒഴിവിൽ. 16ാമത്തെ ക്വസ്റ്റ്യന്, കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്ന പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. വൈറസിൻ്റെ പൂർണ്ണരൂപം എന്താണ്? വിറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീക്ക്. കൽക്കരിയിലെ പ്രധാന ഘടകമാണ് കാർബൺ. എന്നാൽ കൽക്കരി കത്തുമ്പോൾ പുകയിൽ കലർന്നിരിക്കുന്ന വിഷാംശമുള്ള വാതകം ഏത്? കാർബൺ മോണോക്സൈഡ്. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി.
അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? കൊഴിഞ്ഞ ഇലകൾ. 19ാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12. ടീച്ചറെയും കണക്കിലെടുത്താൽ ക്ലാസ്സിലെ ശരാശരി 2 കൂടുന്നു. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? ആൻസർ 54. എങ്ങനെ കണ്ടുപിടിച്ചത്? ടീച്ചറും കൂടി വരുമ്പോൾ ശരാശരി 2 കൂടുന്നു. ടീച്ചറുടെ വയസ്സ് സമം ആദ്യ ശരാശരി പ്ലസ് ആകെ എണ്ണം ഗുണിക്കണം ശരാശരിയിലെ വ്യത്യാസം. രീതി ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? 12 പ്ലസ് 21 ഗുണിക്കണം 2. 12 പ്ലസ് 42 സമം 54. CH മുഹമ്മദ് കോയ സാഹിബ് 2 തവണ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ടത് 1973 മഞ്ചേരിയിൽ നിന്നാണ്. 1962 ആദ്യമായി ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് മണ്ഡലത്തിൽ നിന്നാണ്? കോഴിക്കോട് ലോകസഭാ മണ്ഡലം. ഇനി ടൈം ബ്രേക്കർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതിലൊന്ന്, 12 വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്ത് 28 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് മാമാങ്കം. ആദ്യ മാമാങ്കം നടന്നത് AD 829 അവസാനത്തെ മാമാങ്കം നടന്ന വർഷം ഏത്? 1755. മലയാള സാഹിത്യത്തിൽ രണ്ടാമതായി ജ്ഞാനപീഠ അവാർഡ് നേടിയത് മുൻ ലോകസഭാ അംഗം കൂടിയായ SK പൊറ്റക്കാടാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്ത്? ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്. പ്രതിഭ എന്നത് 1% പ്രചോദനവും 99% കഠിനാധ്വാനവുമാണ്. ഒരു പ്രശസ്ത മഹാന്റെ വചനങ്ങളാണ്. ആരുടേതാണ് ഈ വചനം? തോമസ് അൽവാ എഡിസൺ. 2023 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയായ നർഗീസ് മുഹമ്മദിയാണ്. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയത് ആര്? ക്ലോഡിയ ഗോൾഡിൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയ കാലം മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് CH മുഹമ്മദ് കോയ സാഹിബ്. എത്ര ദിവസമാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിലിരുന്നത്? 51 ദിവസം. 1979 ഒക്ടോബർ 12 മുതൽ ഡിസംബർ 1 വരെ. ഓക്കെ മക്കളെ, മക്കളോട് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ LSS USS ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങൾ അറിയുന്ന കുട്ടികൾക്കൊക്കെ നമ്മുടെ ചാനൽ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. കൂടാതെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളും 5-7 ക്ലാസ്സുകളിലെ സയൻസ്, സോഷ്യൽ, ഹിന്ദി എന്നീ വിഷയങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങൾ അറിയുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കണം. ഓക്കെ, താങ്ക് യു.